ഇന്റർനെറ്റ് ഇല്ലാതെ ഒരു ദിവസം കഴിച്ചുകൂട്ടുക എന്നത് ഇപ്പോൾ ആലോചിക്കാനേ പറ്റാത്ത കാര്യമാണ്. മുതിർന്നവർ മുതൽ കൊച്ചുകുട്ടികൾ വരെ ഇപ്പോൾ ഇന്റർനെറ്റിന്റെ ലോകത്താണ് ജീവിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? എല്ലാം അവതാളത്തിലാകും. ലോകം തന്നെ ഓടുന്നത് ഇപ്പോൾ ഇന്റർനെറ്റ് സംവിധാനത്തെ ആശ്രയിച്ചാണ്. ഏറ്റവും അധികം ഡാറ്റ ഉപയോഗിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്റർനെറ്റ് സംവിധാനം തകർക്കുമെന്ന ഭീഷണിയാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇപ്പോൾ ഇന്ത്യയോട് മുഴക്കിയിരിക്കുന്നതെന്ന് ഇറാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ആഗോള ഇന്റർനെറ്റിന്റെ സുപ്രധാന കേബിളുകളിൽ ഒന്ന് കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ഇവിടെ സമുദ്രാന്തർഭാഗത്ത് ഇന്റർനെറ്റ് കേബിളിന് മനഃപൂർവ്വമായോ അല്ലാതെയോ കേടുപാടുകൾ സംഭവിച്ചേക്കാം എന്ന മുന്നറിയിപ്പാണ് അവർ നൽകിയതെന്നും ഇറാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്റർനെറ്റ് സംവിധാനം വിച്ഛേദിക്കപ്പെട്ടാൽ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കളുടെ ഇന്റർനെറ്റ് വേഗത കുറഞ്ഞേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അത് ഡിജിറ്റൽ പണമിടപാട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ സാരമായി ബാധിച്ചേക്കാമെന്നും വിദഗ്ധർ പറയുന്നു. ഇത് രാജ്യത്തിന് കനത്ത സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമാകും. IRGC തങ്ങളുടെ ഭീഷണി നടപ്പിലാക്കിയാൽ ചെറുതല്ലാത്ത ആഘാതമാകും ഇന്ത്യ നേരിടേണ്ടി വരികയെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഹോർമോസ് വഴി ഇന്റർനെറ്റ് കേബിൾ വിന്യസിച്ചിരിക്കുന്ന ഫ്രഞ്ച് കമ്പനിയായ അൽക്കാടെൽ സബ്മറൈൻ നെറ്റ്വർക്സും ഇത്തരം ഒരു സാധ്യത മുന്നിൽ കണ്ട് ഉപയോക്താക്കൾക്ക് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. മുൻകൂട്ടി അറിയാൻ കഴിയാത്ത പ്രശ്നങ്ങൾ കാരണം തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയാതെ പോയേക്കാമെന്നാണ് കമ്പനി ഉപയോക്താക്കളെ അറിയിച്ചിരിക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടെ മെറ്റയും ഈ മേഖലയിൽ കേബിൾ ഇടൽ നിർത്തിയെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇനിയിപ്പോ IRGCയുടെ ഭീഷണി നടപ്പിലായാൽ സുഗമമായി നടന്നു വരുന്ന പല കാര്യങ്ങളിലും തടസ്സം നേരിട്ടേക്കാം. അതുകൊണ്ട് കരുതിയിരിക്കുക.